ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പറ്റിയാണ്. അതിൻ്റെ അകത്ത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എപ്പോഴൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അതിനെ സംബന്ധിച്ച് വരുന്ന റൂൾസ് എന്തൊക്കെയാണ് എന്നിവയെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഏതൊക്കെ ഒക്കേഷനിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വണ് റിപ്പീറ്റഡ് ആക്ഷൻ ഓർ ഹാബിറ്റ്സ്. എക്സാമ്പിൾ, ഐ ഗെറ്റ് അപ്പ് ഏർലി എവറി ഡേ. അതൊരു റിപ്പീറ്റഡ് ആക്ഷനാണ്. ഐ ഗെറ്റ് അപ്പ് ഏർലി എവറി ഡേ. നെക്സ്റ്റ് വണ് ഫാക്ട്സ്. എ ഡോഗ് ഹാസ് 4 legs. അടുത്തത് തിങ്സ് ദാറ്റ് ആർ ജനറലി ട്രൂ. ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് ലീവ്സ് ഇൻ ബക്കിംഗ്ഹാം പാലസ്. അതെന്താണ്? വളരെ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർത്ത് വണ് ന്യൂസ് പേപ്പർ ഹെഡിങ്സ്. ന്യൂസ് പേപ്പർ ഹെഡിങ് സാധാരണയായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വരുന്നത്. സ്റ്റുഡൻസ് ഫൈറ്റ് ഫോർ കോഴ്സ് ചേഞ്ചസ്. അടുത്തതായിട്ട് റൂൾസ് നമുക്കൊന്ന് നോക്കാം. ഐ, യു, വി, ദേ അല്ലെങ്കിൽ പ്ലൂറൽ ബഹുവചന രൂപം എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ വേർബ് മാത്രം സിംപ്ലി അങ്ങ് ചേർത്താൽ മതി. എക്സാമ്പിൾ നോക്കാം. മെൻ വിയർ ലൈറ്റ് ക്ലോത്ത്സ് ഇൻ സമ്മർ. ഇവിടെ മെൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് സിംപ്ലി വിയർ മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അടുത്തത് ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐയുടെ കൂടെ വെർബായിട്ടുള്ള ഗോ എന്നത് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അടുത്തത് ഹി, ഷീ, ഇറ്റ്, അതിൻ്റെ കൂടെ തന്നെ സിംഗുലർ എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എപ്രകാരമാണ് റൂൾസ്? ഈയിൽ അവസാനിക്കുന്ന ക്രിയകളോട് എസ് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, റൈറ്റ്സ്. അടുത്തത് ഓയിൽ അവസാനിക്കുന്ന ക്രിയകളോട് ES ആണ് ചേർക്കുന്നത്. ഗോ, ഗോസ്. മൂന്നാമത്തേത് വൈയിൽ അവസാനിക്കുന്ന ക്രിയകൾ. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈക്ക് മുമ്പ് കൺസൊണൻസ് വന്നാൽ, കൺസൊണൻസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, A, E, I, O, U എന്നീ ലെറ്റേഴ്സ് ഒഴികെ വരുന്നതാണ് കൺസൊണൻസ് എന്ന് പറയുന്നത്. ആ കേസിൽ വൈ മാറ്റി IES ചേർക്കുന്നു. ട്രൈ. വൈക്ക് മുമ്പ് ആറാണ് വന്നിരിക്കുന്നത്. ആർ ഈസ് എ കൺസൊണൻറ്റ്. അതുകൊണ്ട് വൈ മാറ്റി IES ചേർക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് സ്റ്റഡി, സ്റ്റഡീസ്. അടുത്തത് വൈക്ക് മുമ്പ് വൊവൽസ് വന്നാൽ എസ് കൂട്ടിച്ചേർത്താൽ മതി. ഒബെയ്സ്, അതിൻ്റെ അകത്ത് വൈയുടെ മുൻപ് വന്നിരിക്കുന്ന അതൊരു വവ്വലാണ്. അതുകൊണ്ട് ഒബെയ്സ് എന്ന് മാറിയിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടുപിടിക്കണം. അടുത്തത് SS, SH, CH, X എന്നിവയിൽ അവസാനിക്കുന്ന ക്രിയകളോട് ES കൂട്ടിച്ചേർക്കുന്നു. എക്സാമ്പിൾ നോക്കാം. ടോസ്, ടോസസ്. വാച്ച്, വാച്ചസ്. വാഷ്, വാഷസ്. മിക്സ്, മിക്സസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അടുത്ത ഒരു സെറ്റാണ് നിഷേധാർത്ഥം കാണിക്കുവാൻ. അതായത് നെഗറ്റീവ് ഫോംസ് വരുന്നത് നമുക്ക് നോക്കാം. ഐ, യു, വി, ദേ പ്ലൂറൽസ് എന്നിവ വരുമ്പോൾ ഡോണ്ട് പ്ലസ് വെർബും, ഹി, ഷീ, ഇറ്റ് സിംഗുലർ എന്നിവ വരുമ്പോൾ ഡസിൻ പ്ലസ് വെർബുമാണ് ചേർക്കുന്നത്. എക്സാമ്പിൾ, വി ഡോണ്ട് എക്സ്പെക്റ്റ് ഹിം. ഞങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു നെഗറ്റീവ് ഫോമാണ്. വി വന്നതുകൊണ്ട് ഡോണ്ട് എന്നാണ് ചേർത്തിരിക്കുന്നത്. അടുത്തത് ഹി ഡസിൻറ്റ് ടെൽ ദ ട്രൂത്ത്. അവൻ സത്യം പറയുന്നില്ല. ഹി വന്നതുകൊണ്ട് അവിടെ ഡസിൻറ്റ് എന്നാണ് ചേർത്തിരിക്കുന്നത്. ഈ രണ്ട് കേസിലും നമ്മൾ സിംപ്ലി വെർബാണ് ചേർത്തിരിക്കുന്നത്. അതും നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ ഫോം. ഡു പ്ലസ് ഐ ആകാം, യു ആകാം, വി ആകാം, ദേ ആകാം, അല്ലെങ്കിൽ പ്ലൂറലും ആകാം. പ്ലസ് വെർബ്. അടുത്തത് ഡസ് വരുമ്പോൾ ഡസ് പ്ലസ് ഹി ആകാം, ഷീ ആകാം, ഇറ്റ് ആകാം, അല്ലെങ്കിൽ സിംഗുലറും ആകാം. പ്ലസ് വെർബും ആണ് ചേർക്കേണ്ടത്. മനസ്സിലായി കാണുമല്ലോ. എക്സാമ്പിൾ, ഡു യു ഹിയർ. നീ കേൾക്കുന്നുണ്ടോ? യു വന്നതുകൊണ്ടാണ് അവിടെ ഡു വന്നിരിക്കുന്നത്.
അടുത്തത് ഡസ് ഷീ സിങ് വെൽ, അവൾ നന്നായി പാടുന്നുവോ? അവിടെ ഷീ വന്നതുകൊണ്ട് നമ്മൾ എന്താണ് ചേർത്തത്? ഡസ് ആണ് ചേർത്തത്. ഇതാണ് ക്വസ്റ്റ്യൻ ഫോം. അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് ഈസ്, ആം, ആർ. ഇവ നമ്മൾ സാധാരണയായിട്ട് സിമ്പിൾ പ്രസൻറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. അവിടെ ഒരു റൂളുണ്ട്. ഐയുടെ കൂടെ എപ്പോഴും നമ്മൾ ആമാണ് ചേർക്കുന്നത്. യു, വി, ദേ എന്നിവയുടെ കൂടെ ആറ് ചേർക്കുന്നു. ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ ഈസുമാണ് ചേർക്കുന്നത്. ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു അധ്യാപകൻ ആണ്. ആം ഐ എ ടീച്ചർ, ഞാൻ ഒരു അധ്യാപകനാണോ? ഐ ആം നോട്ട് എ ടീച്ചർ, ഞാൻ ഒരു അധ്യാപകൻ അല്ല. ഈ ഒരു ഡിഫറെൻ്റ് യൂസസ് മനസ്സിലായി കാണുമല്ലോ. അടുത്തത് യു ആർ വൈസ്, നീ ബുദ്ധിമാനാണ്. യു ആറിൻറ്റ് വൈസ്, നീ ബുദ്ധിമാനല്ല. ആറ് വരുമ്പോൾ നമ്മൾ നോട്ടിന് പകരം ആറിൻ്റെ എന്ന് ചേർക്കുന്നതായിരിക്കും ഉചിതം. ആർ യു വൈസ്, നീ ബുദ്ധിമാനാണോ? അടുത്തത് ഹി ഈസ് അറ്റ് ഹോം, അവൻ വീട്ടിലുണ്ട്. ഈസ് വന്നത് ഹി ആയതുകൊണ്ടാണ് ഈസ് നമ്മൾ ചേർത്തത്. ഹി ഈസിൻ്റ് അറ്റ് ഹോം, അവൻ വീട്ടിൽ ഇല്ല. അവിടെ ഓർത്തിരിക്കുക, ഈസ് നോട്ടെന്ന് പറയുന്നതിന് പകരം ഈസിൻ്റെ എന്ന് സിമ്പിളി ചേർക്കാവുന്നതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ഈസ് ഹി അറ്റ് ഹോം, അവൻ വീട്ടിൽ ഉണ്ടോ? അപ്പോൾ ഈസ്, ആം, ആർ ഇവയുടെ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന ടോപ്പിക്ക് ആർക്കും ബോറടിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. ഇതിൻ്റെ റൂൾസും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുമാണ് മെയിൻലി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ താങ്ക് യു.